ദ സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതാണ് ചോക്ലേറ്റ് മഡ് കേക്ക്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതിനാണെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വേണ്ട, ബീറ്റർ വേണ്ട, മുട്ട വേണ്ട. നമ്മളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സിമ്പിളായിട്ടുള്ള കേക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അതിന് പാലാണ് വേണ്ടത്. ഇതിപ്പോൾ 1.5 കപ്പ് പാലുണ്ട്. ഇളം ചൂടുള്ളൊരു പാലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആണ്. നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത്, അതൊരു 4 ടേബിൾ സ്പൂൺ 1.5 കപ്പ് പാലിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചൂടുള്ള പാലാണ്. ഇതൊന്ന് അലിയിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളത് നമ്മളുടെ മൈദ മിക്സറിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ചൂട് വേണം. ഓക്കെ, ഇളം ചൂട് വേണം. അപ്പോൾ അടുത്തായിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഒരു അരിപ്പയിലേക്കാണ് എടുക്കുന്നത്. 3 വട്ടം അരിച്ചാൽ വളരെ നന്നായി. അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ 1/8 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയാണ് അടുത്ത് ആഡ് ചെയ്യുന്നത്. അത് 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് 2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് സീവ് ചെയ്തെടുക്കുക. ഇതൊരു 3 വട്ടം ഈ മിക്സ്ചർ ഒന്ന് സീവ് ചെയ്യുന്നത് നന്നാവും. സീവ് ചെയ്ത് ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടി എടുക്കാം. നമുക്ക് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമാവും. ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഇതിൽ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇതിലേക്ക് നമ്മളുടെ മിൽക്കിൻ്റെ ആ ഒരു ചോക്ലേറ്റ് മിൽക്കിൻ്റെ മിക്സ്ചർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ഓയിലാണ്. ഇത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലുണ്ട്. അത് നമ്മളൊരു 4 വട്ടമായിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തത് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പൊടിച്ചെടുത്തിട്ട് കുറച്ചായി മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ബാക്കി പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയാണ് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്തിട്ട് ഈ കേക്ക് ബാറ്റർ അതിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ദോശക്കല്ല് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് ഈ കേക്ക് ബാറ്ററും കൂടി നമ്മൾ ഇതേ പാനിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് വെച്ച് അടച്ചിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ബട്ടർ പേപ്പറൊക്കെ നമുക്കിതിന് എടുത്ത് കളയണം. ഇങ്ങനെയാണ് കേക്ക് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റും സ്പഞ്ചും ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ മുട്ട ആഡ് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് റൈസ് ചെയ്ത് വരില്ല. അടുത്തായിട്ട് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. ഇത് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് ആണ്. മെല്ലോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അതിലേക്ക് 1/4 കപ്പ് ചൂടുള്ള പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുവാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ വിരലിനൊക്കെ സഹിക്കാൻ പറ്റുന്ന ചൂടുള്ള അത്രയും സമയത്ത് തന്നെ നമ്മളുടെ കേക്കിന് മുകളിൽ ഈ ചോക്ലേറ്റ് മിക്സർ നമ്മൾ നേരെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിട്ട് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നതേ കാണുള്ളൂ, അപ്പം തന്നെ അത് തീരും. നല്ല ടേസ്റ്റുള്ള കേക്കാണ്.
ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് എളുപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള സൂപ്പർ കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.